അപ്പോൾ ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ്. വീണ്ടും പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അത് കേൾക്കുന്നതിന് മുമ്പായി, കാണുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പറഞ്ഞിരിക്കുന്നു, ഒരു വാർത്തയിൽ കണ്ടതാണ്, മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. ആശങ്കപ്പെടണ്ടേ? മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല, ഇപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളെ പേടിപ്പിക്കാതിരിക്കാൻ, പാനിക്കാക്കാതിരിക്കാൻ. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ജനങ്ങൾ പാനിക്കായിട്ടിരിക്കുകയാണ്. കാരണം ഇത് നിർമ്മിച്ച എഞ്ചിനീയർ പെനിക്വിക്ക് സഹിതം പറഞ്ഞിട്ടുണ്ട് 50 വർഷം കഴിഞ്ഞാൽ ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്ന്. 50 കഴിഞ്ഞ് 100 കഴിഞ്ഞ് 130 ആകാറായിട്ടും ഈ 130 വർഷത്തെ ചെളിയടക്കം ആ ഡാമിൽ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ വീണ്ടും 80 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. 50 കഴിഞ്ഞിട്ട് പിന്നെ ഒരു 80 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും അത് പൊട്ടുകയാണെങ്കിൽ, അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ഒത്തിരി നാളെ പൊട്ടുകയാണെങ്കിൽ ഉള്ള അവസ്ഥ കേരളം മുക്കാലും മാഞ്ഞു പോകും. ആ കെട്ടുകിട് പൊട്ടിയാലേ വെള്ളം കിട് വരും, വെള്ളത്തിന്റെ മരണപ്പാച്ചിൽ കിട് വരും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി ആശങ്കപ്പെടണോ വേണ്ടയോ എന്നുള്ളത് കാണുന്നവർ തന്നെ, നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ബാധിക്കുന്നത്, ഇത് പൊട്ടിയാൽ ആദ്യം ബാധിക്കുന്നത് ഡാമിന് താഴെയുള്ള ജനങ്ങളെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ ബാധിക്കുന്നത്. ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് കേരളം തന്നെ മാഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഡാം പൊട്ടിക്കഴിഞ്ഞാൽ. കാരണം ഇതൊരു ഡാമല്ല. ആ ഡാം പൊട്ടിക്കാൽ താഴേക്കുള്ള പല ഡാമുകളും അതായത് ദുർബലമായിക്കൊണ്ടേയിരിക്കുന്നതായിരിക്കും. എന്തായാലും ഒരു ഡാം നിർമ്മിക്കുന്ന അത് ക്വാളിറ്റി വർഷങ്ങൾ കഴിയുന്തോറും അത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റിക്ക്, അതായത് അതിൻ്റെ ഒരു ഡാമേജ് ആയിക്കൊണ്ടേയിരിക്കും, ദുർബലമായിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഇത് ഡീകമ്മീഷൻ ചെയ്യണ്ടേ? ഇത് പൊളിച്ച് കളയണ്ടേ? പൊളിച്ച് കളഞ്ഞിട്ട് പുതിയത് നിർമ്മിക്കണ്ടേ? അത് നമ്മൾ ഇപ്പോഴേ ശ്രമിച്ചില്ലെങ്കിലോ? ഇനി അഥവാ ഒന്നും പറ്റിയില്ലെന്ന് ഓർത്തോ, ഈ ഡാം പൊട്ടത്തില്ല. കുറച്ച് വർഷത്തേക്ക് ഇത് പൊട്ടത്തില്ല. അപ്പം പൊട്ടുമേ, എന്തായാലും പൊട്ടുന്നുള്ള ഉറപ്പല്ലേ? അപ്പോൾ അത് നേരത്തെ ചെയ്താലോ? അപ്പം നമുക്ക് അത്ര ടെൻഷൻ കുറഞ്ഞിരിക്കുമല്ലോ. അത്രയും ജനങ്ങൾ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോയാൽ കേരള ജനത തന്നെ ഇല്ലാതായിപ്പോവും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ജീവിക്കാനേ സേഫ്റ്റി ഇല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ സാരം. അപ്പം ഇനി ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ബായ്.